നാളെ ആയിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ഡ്രസ്സ് എടുക്കാൻ പോണ ഒരു ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗ് കണ്ടാലോ? നമ്മൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആയിപ്പിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാ. ഈ കവറിൽ എന്താന്ന് വെച്ചാൽ മൊത്തം അവന്റെ സാധനങ്ങളാട്ടാ. അതിലാണ് 2 ജോഡി ഡ്രസ്സും ടർക്കിയും പിന്നെ അവന്റെ ഡൈപ്പറും അവനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ മുൻകൂട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പൊ അമ്മമാർക്കൊക്കെ അറിയാലോ ഒരു കുഞ്ഞു അവനെ കൊണ്ട് പോകുമ്പോൾ എന്തൊക്കെ വേണമെന്ന്. ശരിക്കും പണ്ടൊക്കെ ഞാൻ എവിടെയും പോകുമ്പോൾ എന്റെ ലിപ്സ്റ്റിക്കും ചീപ്പൊക്കെ ആയിട്ട് എടുക്കാറ്. ഇപ്പൊ നേരെ തിരിച്ചായി. ഇപ്പൊ അവന്റെ സാധനങ്ങൾ എന്റെ മൊത്തം. ഞങ്ങൾ ഇപ്പൊ പോണത് എറണാകുളത്തേക്കാട്ടാ. എറണാകുളത്ത് ഇക്കാടെ ഫ്രണ്ട് ഉണ്ട്, ആളെ കാണാൻ വേണ്ടി പോണതാ. അപ്പൊ പോണ വയ്ക്ക് അവിടെ നിന്ന് എടുക്കാന്ന് വിചാരിച്ചു. ഞാൻ ആലുവയിൽ നിന്ന് ഒരു കടയിൽ നിന്നായിരുന്നു എപ്പോഴും ഡ്രസ്സ് എടുക്കണേ. അവിടെ ഒരു അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അപ്പൊ പോണ വയ്ക്ക് അവിടെ കയറാന്നുള്ള ഒരു ഇതിലായിട്ട് പോണത്. ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണെങ്കിൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര മഴയായി. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഒന്നും കഴിക്കാനായിട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായി. അപ്പൊ പോണ വയ്ക്ക് ഒരു കടയിൽ കയറിയിട്ട് എന്താണ്ടൊക്കെ തിന്നാൻ മേടിച്ചു. അത് ഞങ്ങൾ അപ്പൊ തന്നെ വണ്ടിയിൽ നിന്ന് കഴിക്കുകയും ചെയ്തുട്ടാ. കുറച്ച് കഴിഞ്ഞപ്പോ ആലുവെത്തി. ഞാൻ പറഞ്ഞില്ല ആലുവയിൽ നിന്ന് ഒരു കടയിൽ നിന്ന് ഡ്രസ്സ് മേടിക്കണേന്ന്. ആദ്യം ഞങ്ങൾ ഡ്രസ്സ് മേടിക്കാനായിട്ട് പോയത്. എനിക്കാണെങ്കിൽ 3-4 ജോഡി ഡ്രസ്സ് എടുക്കണായിരുന്നു. വെഡിങ് ആനിവേഴ്സറി ആണ്, പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഇക്കാടെ ബർത്ത്ഡേ ആണ്. അതുപോലെ കുറെ പരിപാടികളുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ശേഷം നല്ല വണ്ണം വെച്ചിട്ടാ. അതുകൊണ്ട് എൻ്റെ മുന്നുള്ള ഡ്രസ്സൊന്നും എനിക്ക് പാകാവണില്ല. ആലുവയിൽ ദീന്ന് പറഞ്ഞ കടയിലാണ് കയറിയത്. അവിടെ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ ഇവരുടെ വീഡിയോ കണ്ടിട്ടാണ് ആദ്യമായിട്ട് ഇവിടെ പോയത്. അന്നാണ് എന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടുണ്ടായില്ലാട്ടാ. അങ്ങനെ അവിടെ നമ്മൾ ഡ്രസ്സൊക്കെ മേടിച്ചിറങ്ങിട്ടാ. ഞാനൊരു 4 ജോഡി ഡ്രസ്സ് എടുത്തു. ഇനിയുള്ള വീഡിയോയിൽ കാണിച്ചു തരാട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോഴേക്കും ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞുട്ടാ. അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇക്കാക്കാണ് നന്നായി വിശക്കുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എറണാകുളത്ത് പോയിട്ട് അവിടെ നിന്ന് കഴിക്കാന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാ. ആള് പറഞ്ഞ എറണാകുളത്ത് കായ്സ് ബിരിയാണി ബിരിയാണി കടയുണ്ട്, അവിടുത്തെ ബിരിയാണി അടിപൊളിയാന്ന് പറഞ്ഞിട്ട് അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ഞങ്ങൾ വന്നപ്പോഴേക്കും ബിരിയാണിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വേറെ കടയിലേക്ക് പോയി. ഇവനാണെങ്കിൽ ഉറങ്ങായിരുന്നു. പിന്നെ വണ്ടി നിർത്തിയപ്പോ കറക്റ്റ് അവൻ എണീറ്റു. പിന്നെ ഇവന്റെ മൂത്തും കയ്യിൽ എന്താ പാടെന്ന് വെച്ചാൽ കൊതുക് കടിച്ചതാട്ടാ. എത്ര നോക്കിയാലും ഏതെങ്കിലും ഒരു കൊതുകൊന്ന് കടിച്ചിട്ടു. കൊതുക് കടിക്കാനൊക്കെ നമ്മൾ മാക്സിമം നോക്കണ്ട്. പക്ഷെ എങ്ങനെയെങ്കിലും ഒരു കൊതുക് കടിക്കും. ബിരിയാണി കഴിക്കാൻ ആദ്യമേ പറഞ്ഞുകൊണ്ട് തന്നെ ബിരിയാണി കഴിക്കാനായിട്ട് മൂഡ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറൊരു കടയിലേക്ക് ബിരിയാണി കഴിക്കാനായിട്ട് പോയി. അതും എറണാകുളത്ത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ട് ഒരു ബിരിയാണി ഇടുന്ന കടയാട്ടാ, റഹ്മാനിയ എന്ന് പറഞ്ഞിട്ട്. ഇവിടുത്തെ ബിരിയാണി ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട് കേട്ടാ. ഇക്ക ചിക്കൻ ബിരിയാണി, ഞാൻ ബീഫ് ബിരിയാണി ആയിട്ട് പറഞ്ഞത്. ഞാൻ സാധാരണ ബിരിയാണി കഴിക്കുമ്പോൾ ചിക്കൻ ബിരിയാണി കഴിക്കാറ്. പക്ഷെ എന്തോ ബീഫ് ബിരിയാണി കഴിക്കാൻ ഒരു ആഗ്രഹം. ബിരിയാണിയാണെങ്കിൽ അടിപൊളി ബിരിയാണി ആയിരുന്നുട്ടാ, നല്ല സോഫ്റ്റ് ബീഫൊക്കെ ആയിട്ട്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചിട്ട് ഇക്കാടെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് ആളുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വേഗം ഇറങ്ങിയിട്ടാ. അപ്പോഴേക്കും ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വണ്ടി കയറിയവൻ അപ്പൊ ഉറങ്ങൂട്ടാ. അപ്പൊ ആളാണെങ്കിൽ നല്ല ഉറക്കത്തില്ല. പിന്നെ ഇക്കാക്ക് ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ടില്ല. അപ്പൊ ഓണൊക്കെ എവിടെന്നെങ്കിലും കയറി എടുക്കാന്ന് വിചാരിച്ചു. ഇക്കാക്ക് ഷർട്ട് എടുക്കാനായിട്ട് ഞങ്ങളൊരു കടയിൽ കയറി. ഞാനൊരു ലൈറ്റ് പീച്ച് കളർ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിന് ചേർന്ന ഷർട്ടാണ് എടുക്കാനായിട്ട്. അതെവിടെ നിന്നും കിട്ടിയില്ലാട്ടെ. ഞങ്ങൾ 2-3 കടയിൽ കയറി. അപ്പൊ ഇനി വീട്ടിൽ പോയിട്ട് രാത്രി 3000 ആയിട്ട് എടുക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാ. ഉമ്മാക്കനെ നോമ്പായിരുന്നു, അതുകൊണ്ട് പുറത്തുപോയി നോമ്പ് തുറക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വന്നപ്പോ തന്നെ നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് പോയിട്ടാ. ബാക്കി വിശേഷങ്ങളുടെ അടുത്ത വീഡിയോ കാണാം. ബൈ.